ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ക്ലിയർ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ടും ക്ലാരിറ്റി ഉണ്ട് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ ജനൽമേൽ വെച്ചിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ കോഴിക്കൂട അവിടെ നിന്നുള്ള സൗണ്ട് ഉണ്ട്. കേൾക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഫുഡ് എടുത്ത് ഒന്ന് ഒതുക്കി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതൊന്നുമല്ല ഗൈസ്. ഇന്നത്തെ വീഡിയോ ആണ് Q&A വീഡിയോ. ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാൻ പറഞ്ഞു. ഭയങ്കര അധികം റെസ്പോൺസ് ഒന്നുമില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ്സ് തരൂല്ലേ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇൻസ്റ്റയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പി എടുത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളാട്ടോ ഇതിൽ കൂടുതൽ പറയാം. ഞാൻ സിനാക്കല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം പ്ലേസിൽ നിന്ന് ഞാൻ 2 കൊല്ലം മുന്നേ വേറൊരു Q&A വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്ന്, അതുപോലെ തന്നെ നമ്മളെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. 2 കൊല്ലം കൊണ്ട് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അപ്ഡേഷൻസൊക്കെ തരാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷേ കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് എടുത്തത് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കഴിഞ്ഞ് പറഞ്ഞേക്ക്. പക്ഷേ അറിയാത്തതുകൊണ്ടാണല്ലോ പിന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾക്കൊക്കെ ഒരു ഡൗട്ട്, വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്നുള്ള ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഉപ്പ ഉണ്ട്. ഉപ്പ അബ്രോഡാണ്, സൗദിയിലാണ്. പിന്നെ ഉള്ളത് സിസ്റ്ററാണ്. ഓള് ഡിഗ്രി 3rd ഇയർ BA ഹിസ്റ്ററി. അതെന്നാന്ന് തോന്നുന്നു. അതന്നെ ഓള് പഠിക്കുകയാണ്. പിന്നെ ഉള്ളത് എനിക്ക് താത്ത ഉണ്ട്. താത്തൻ്റെ മാരേജ് കഴിഞ്ഞ് ഹൗസ് വൈഫാണ്. ഓൾക്ക് 3 കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ആ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും. പിന്നെ ഉള്ളത് ഉപ്പൻ്റെ ഉപ്പാണ്. ഉമ്മ ഉണ്ട്, ഹൗസ് വൈഫാണ്. പിന്നെ ഉപ്പൻ്റെ ഉപ്പയാണ് വീട്ടിലുള്ളതെന്ന് പറയാൻ, താത്തനെ കല്യാണം കഴിച്ച് പോയി. ഓളെ വീട്ടിലാണ്. പിന്നെ ഉപ്പ പുറത്തായത് കൊണ്ട് ഞങ്ങളിപ്പോൾ കറൻ്റ്ലി വീട്ടിലുള്ളത് ഞാൻ, ഉമ്മ, അനിയത്തി, വലിയപ്പ, അതായത് ഉപ്പൻ്റെ ഉപ്പ. ഓക്കെ, ആ ക്വസ്റ്റ്യന് ക്ലിയർ ആയില്ലേ. പിന്നെ ഇനി പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യട്ടോ. അപ്പോൾ പിന്നെ വന്നത് എത്ര വീക്സായി, ഇത് കേൾക്കാനായിരിക്കും ഞാൻ ഓരോ പ്രഗ്നൻറ്റ് വീഡിയോസ്, അതായത് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് കാണും. അപ്പോൾ എനിക്കറിയാം എല്ലാവരും പ്രഗ്നൻ്റ് ആയ ആൾക്കാരൊക്കെ ജസ്റ്റ് ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് കാണും. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കിതപ്പും വരും. ഒരുപാട് പ്രശ്നങ്ങളാണ് ഗൈസ്. അപ്പോൾ പ്രഗ്നൻസി എത്ര വീക്സ് ആയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് 33 ആഴ്ചയും 2 ദിവസവും, ഇന്നേക്ക് 2 ദിവസം. പിന്നെ എന്നാണ് ഡേറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ട്, ഡ്യൂ ഡേറ്റ്. പക്ഷേങ്കിൽ എനിക്ക് ഡ്യൂ ഡേറ്റ് കറക്റ്റ് അറിയില്ല. ഡ്യൂ ഡേറ്റ് ലാസ്റ്റ് സ്കാനിങ്ങിൽ കാണിച്ചത് ഈ ഫെബ്രുവരി ലാസ്റ്റാണ്. പക്ഷേങ്കിൽ അത് കറക്റ്റ് ആവില്ലല്ലോ, കാരണം ഇനി ഒരു സ്കാനിങ് കൂടി ഉണ്ട്, അതിലായിരിക്കും അറിയാൻ പറ്റുക. പിന്നെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ പ്രഗ്നൻസി ടൈമിൽ സിനാൻഖൻ്റെ പോസിറ്റീവ് കെയറിങ്, ഓക്കെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം പ്രഗ്നൻസി ടൈമിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോസിറ്റീവ് കെയറിങ് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ചെയ്തുതരും, എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരെയും കെയർ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരു മാറ്റി നിർത്തലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കെയറിങ് അതൊക്കെ തന്നെ. പിന്നെ കാര്യമായിട്ടുള്ള കെയറിങ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജുസാൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് എനിക്ക്. അത് എല്ലാവർക്കും അറിയാൻ മതി. ജുസാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് കുറച്ച് ആൾക്കൊക്കെ. അപ്പം ഞാൻ അതുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ ഓൺ ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ജുസാൽ. അപ്പോൾ ഡ്രസ്സാണല്ലോ. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്നതുണ്ട്, റെഡി സ്റ്റോക്ക് ഉണ്ട്, റെഡിമെയ്ഡ്സ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇൻസ്റ്റയിലാണ് കാര്യമായിട്ടുള്ളത് നമ്മളെ പേജ്. യൂട്യൂബിൽ അങ്ങനെ
ഇടലില്ല വീഡിയോസൊന്നും. അപ്പോൾ ഇൻസ്റ്റയിലാണുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, അത് കൊണ്ടെടുക്കണേ കുറച്ച് പണിയാണല്ലോ പ്രഗ്നൻസി ടൈമൊക്കെ ആകുമ്പോൾ. ഇപ്പം നല്ലോണം അതിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മളൊരു നോമ്പിന് ഇനിയിപ്പോൾ റമദാനാണ് വരാൻ പോണത്, അത് കഴിഞ്ഞിട്ട് പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ വേറെ സ്റ്റാഫിനെ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും എനിക്ക് പറ്റാത്ത ടൈമാണ്. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്നൊന്നും ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് മെസ്സേജ് എപ്പോൾ അയച്ചാലും എന്ത് കാര്യങ്ങളും ഡൗട്ടും എന്തുണ്ടെങ്കിലും നമ്മളെ സ്റ്റാഫ് തീർത്ത് തരും കേട്ടോ. ഇനി ഞാൻ റെസ്റ്റിലാന്ന് വിചാരിച്ച് ആരും മെസ്സേജ് ഓർഡർ ചെയ്യാതിരിക്കുക ഒന്നും ചെയ്യണ്ട. അപ്പോൾ ആ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച്. പിന്നെ എന്താ വെച്ചാൽ ഈ പ്രഗ്നൻസി ടൈമിൽ, അതായത് എനിക്ക് ഫസ്റ്റ് തന്നെ പ്ലാസിൻ്റെ പ്രീവിയ എന്ന പ്രശ്നം ഉണ്ടായി, അതായത് പ്ലാസിൻ്റെ ഇറങ്ങിയ പ്രശ്നം. അപ്പോൾ എനിക്കങ്ങനെ നല്ലോണം റെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ഒരു ബ്രൈഡൽ ഡ്രസ്സിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഞാനല്ലെങ്കിൽ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, എനിക്ക് കൊണ്ടോട്ടിന്ന് കോഴിക്കോട് ബസ് കയറി എനിക്ക് വേണ്ടിയ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം എല്ലാം എടുക്കാൻ പോകല ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയാൽ പിന്നെ നടക്കില്ലല്ലോ, ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. എന്തായാലും ട്രാവലിങ്ങേ കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ സിനാൻക്ക് അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയും ഈ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് പോകും. എന്നിട്ട് എന്താ വെച്ചാൽ എനിക്ക് പാവം തോന്നും കാണുമ്പോൾ. കാരണം ഞാൻ മെറ്റീരിയൽ എടുക്കാൻ എനിക്ക് ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടൂല സാധനം. ഈ ബ്രൈഡിൻ്റെ ഒക്കെ ആകുമ്പോൾ വേറെ ഷോപ്പ് കയറില്ല. അപ്പോൾ എനിക്ക് പാവം തോന്നും. ഞാൻ അവിടെ കയറുമ്പോൾ അവിടെ നിന്ന് ഫോണിൽ കളിച്ചോളൂ. എന്നിട്ട് വേറെ ആരെയും അങ്ങനെയൊന്നും കിട്ടൂല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഫോണിൽ കളിച്ചോളൂ. ഞാൻ അവിടുന്ന് സാധനം വാങ്ങാൻ പറഞ്ഞു ഇവിടെ നിൽക്ക്, ഞാൻ അപ്പോൾ വരാറ്, ഞാൻ അടുത്ത ഷോപ്പിൽ പോകും, അതിൻ്റെ അപ്പുറത്തെ ഷോപ്പിൽ പോകും, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ പേരെ കൂടെ ഏട്ടുവാണെങ്കിലും വന്നോളും. അതൊക്കെ നല്ലൊരു പോസിറ്റീവ് കെയറിങ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എല്ലാവരും ഒന്നും അതിനൊന്നും കിട്ടൂലല്ലോ. എൻ്റെ ആ ആവശ്യത്തിന് മാത്രം ഇവിടുന്ന് പെട്രോൾ അടിച്ച് കോഴിക്കോട് പോകണം, കോഴിക്കോട് നിന്നിട്ട് എനിക്ക് ഫുഡ് വാങ്ങി തരണം, ഇങ്ങോട്ട് ഫുഡ് വാങ്ങി തരണം, അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുണ്ടല്ലോ, ഞാനിങ്ങനെ എന്താ പറയുക, പ്രഗ്നൻസി അങ്ങനെയല്ല എഴുതി വെച്ചത്, ഒന്നായിട്ട് എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് കിട്ടിയ ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആണെന്ന് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരിക്കണേ. ഒരു ലവ് സ്റ്റോറി വീഡിയോയും ഞാൻ ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് സമ്മർദ്ദം മൂലം എനിക്ക് അത് ഡിലീറ്റ് ആക്കിയിട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് അത് പറയാൻ പറ്റില്ല. എൻ്റെ ഉമ്മ എന്നെ അറക്കും, അമ്മ പിന്നെ ജുസാലിൻ്റേത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളെ ആരും ഓർഡർ ചെയ്യാണ്ടിരിക്കണ്ട, നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈയും കിട്ടും, കറക്റ്റ് സാധനവും കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാൾ ഏജ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 22 കഴിഞ്ഞ് 23 ആവാനായി. ഓക്കെ. പിന്നെ സിനാൽക്കക്ക് 29 29 ഞങ്ങളുടെ അപ്പോൾ എത്ര 20 അത്ര ഗ്യാപ്പുണ്ട് വയസ്സിന്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഞാൻ പഠിച്ചത് BSc MLT ആണ് ഞാൻ പഠിച്ചത്. ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ഇതായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഏണിങ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ, ഒരു ഏണിങ്സ് കിട്ടാൻ. പക്ഷെ എനിക്കിപ്പോൾ കറൻ്റ് ഏണിങ്സ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ജുസാല അൽഹംദുലില്ലാ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് പോയി ഒരു 2-3 ദിവസം ഞാൻ ലാബിൽ പോയി നോക്കി. എനിക്ക് തീരെ പറ്റുന്നില്ല. നേരത്തെ എണീച്ച് 7 മണിക്കും 6:30 അവിടെ എത്തണം. അത് കഴിഞ്ഞ് 5 മണി വരെ ഡ്യൂട്ടിയാണ്. അത് ഇരിക്കാൻ പോലും പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങനെ ഒരു വർഷം പോകണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് എന്താ പറയുക സാലറി നാട്ടിൽ നിന്നാൽ വെറുതെ ആണ് 8 രൂപ 10 രൂപയൊക്കെ കിട്ടുള്ളൂ. അതിലിപ്പോൾ കാര്യമില്ലല്ലോ. നമ്മളെ എന്താ പറയുക, നമ്മൾ ഫുള്ളൊരു എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് അത്ര പൈസയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്കതിന് പോകാൻ തീരെ താല്പര്യമില്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ പോവും. വേറൊരു ഓപ്ഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ പോവും ഇൻഷാ അല്ലാഹ്. അതല്ല ഇപ്പോഴേക്ക് അതിൻ്റെ ആവശ്യമല്ല പോകേണ്ടത്. എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടുംബക്കാരൊക്കെ ചോദിക്കുക എന്താ പഠിച്ചിട്ട് പോകാത്തതെന്ന് ഞാൻ ചോദിക്കും. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിട്ടാണ് ഞാൻ പോകാത്തത്. ഞാൻ വേറെ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ നമ്മൾ പണിക്ക് പോകണം. ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു പണിക്ക് പോവാം?
അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ പാഷനാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. ഞാൻ എന്താ പറയുക, ജുസാലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ കൊളാബ്സ് നല്ലോണം എടുക്കലുണ്ടായി കേട്ടോ. കല്യാണം കഴിഞ്ഞ ടൈമിലേക്ക് ഒരുപാട് കൊളാബ്സ് വരലുണ്ടായി. അങ്ങനെ ആ കൊളാബൊക്കെ എടുത്ത് അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല റിവ്യൂ ആണ്. അതായത് നല്ലോണം ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം മെസ്സേജ് തരും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ സിനാൻക്കൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ ഫ്രണ്ടാണ്, കോമൺ ഫ്രണ്ട് വന്ന് പറഞ്ഞ് എനിക്കെന്നെ എന്നാൽ തുടങ്ങിക്കൂടെ, കോഴി മക്കളെ ചവിട്ടിക്കൊല്ലാന്ന് തോന്നുന്നു, എനിക്കെന്നാ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഞാൻ തുടങ്ങാൻ വിചാരിച്ചത്. പെട്ടെന്നുണ്ടായപ്പോഴേ, അല്ലാണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു ഓക്കെ എനിക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ എവിടെ നിന്ന് തുടങ്ങും അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ തുടങ്ങാം. ഓന് ഫോട്ടോഗ്രാഫറാണ്, ഈ വന്ന് ഫോട്ടോ എടുത്ത് തരണം ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊരു മോഡൽ നെറ്റിൽ സെർച്ച് ചെയ്ത് ഞാൻ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കോഴിക്കോട് പോയി എടുത്ത് ഒരു പീസിനുള്ളത് അതിനുള്ള പൈസ എനിക്ക് തന്നെ. അതിനകത്ത് പൈസ ഇല്ല, 1500 സംതിങ് അങ്ങനെ ആയിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അല്ല എൻ്റെ കയ്യിലന്നൊന്നും പൈസ ഇല്ലല്ലോ, ഞാനൊന്നിനും പോണില്ല. അപ്പോൾ അന്ന് എനിക്ക് പൈസ തന്ന് ഞാൻ എന്നിട്ട് മെറ്റീരിയൽ എടുത്ത് ഇവിടെ അടുത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ഫോട്ടോ ഇട്ട്. നോ റിയാക്ഷൻ നോ റെസ്പോൺസ്. റിയാക്ഷൻ മീൻസ് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, പക്ഷെങ്കിൽ ഓർഡേഴ്സ് ഇല്ല. എനിക്ക് ടെൻഷനായി. പിന്നെ രണ്ടാമത് വേറൊരു മാരേജിനേക്ക് എടുത്ത്, അതായത് ഞങ്ങൾക്ക് എൻ്റെ കസിൻ്റെ മാരേജിനേക്ക് ഞാൻ ഡ്രസ്സ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച്. എന്നാൽ പിന്നെ അതിലിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ രണ്ട് കാര്യം ഇതിനേക്ക് വേണ്ടി മാത്രമല്ല, കല്യാണത്തിനും ഇടാം, അതുപോലെ തന്നെ പേജിൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതും ഇട്ട്, അത് നല്ല റെസ്പോൺസ്. പിന്നെ അതിനാണ് എനിക്ക് ഫസ്റ്റ് 2 ഓർഡർ വന്നത്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ട് ഓർഡറൊന്നും ഇല്ലല്ലോ പഠിച്ചോനെ, ഞാൻ ഭയങ്കര ദ്വാരം കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വലുതായിട്ട് തുടങ്ങിയൊന്നുമല്ലല്ലോ. പക്ഷേ അന്ന് ഓർഡർ വന്നിട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കര അടിപൊളി റെസ്പോൺസ്. അതൊക്കെ എൻ്റെ അതിൽ കിടക്കുന്നുണ്ട്, ജുസാൻ്റെ റിവ്യൂവിൽ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് പോലെ അയച്ച മെസ്സേജസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ സിനാൻക്ക് ഇനി എല്ലാത്തിനും സപ്പോർട്ടാട്ടോ. അപ്പോൾ ഓന് വരും, ഫോട്ടോ എടുത്ത് തരും, നല്ല ഫോട്ടോസായി ഫസ്റ്റൊക്കെ ഗൾഫിലാണ്. അപ്പോൾ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും സിനാൻക്ക് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരൽ. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് കിട്ടി, അതിൻ്റെ അപ്പുറത്ത് കിട്ടി. പിന്നെ എനിക്ക് പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓർഡർ കിട്ടുന്നതിനനുസരിച്ചാണ് അതിൽ നിന്ന് എടുക്കുക. ഞാൻ പിന്നെ ആക്കൽ അൽഹംദുലില്ലാ ഞാൻ കുറേ എന്താ പറയുക അത്യാവശ്യം എമൗണ്ടൊക്കെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് പ്രൗഡായിട്ട് പറയാം. പിന്നെ സിനാൻക്കാൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ പൈസ സിനാൻക്ക് എന്നോട് വാങ്ങില്ല എന്നല്ല, എന്നോട് ചോദിക്കലില്ല എൻ്റെ കയ്യിൽ എത്ര പൈസ ഉള്ളത്, എൻ്റെ അക്കൗണ്ടിൽ നോക്കലില്ല, എൻ്റെ പാസ്വേഡ് പിൻ നമ്പറൊന്നും അറിയില്ല. എൻ്റെ എന്താ പറയുക പൈസൻ്റെ ഒരു കാര്യത്തിലും സിനാൻക്ക് ഇടപെടലില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ തന്നെ 13 മിനിറ്റായി. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രഗ്നൻസി ടൈമിൽ സിനാൻക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിക്കാണ്ട്. പ്രഗ്നൻസി ടൈമിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാ ഫുഡ് കഴിക്കാം. ഞാനാണെങ്കിൽ ഭയങ്കര ഫുഡിയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഭീമക്കുറ്റി മാതിരി അയക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയ ഫുഡ് ഇങ്ങനെ പറയും, സിനാൻക്ക് വേണ്ടിയൊക്കെ വാങ്ങിത്തരും. ഓക്കെ. പിന്നെ ചോദിച്ച് പ്രഗ്നൻ്റ് ആകാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നതാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ 2 വർഷം ആയിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് പീരീഡ്സിന് ഇറഗുലർ ഉണ്ടായിട്ട് കാണിച്ചിട്ടുണ്ടായി ഹോസ്പിറ്റലിൽ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായി PCOD ഉണ്ട്, PCODൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന്. അങ്ങനെ PCODക്ക് നമ്മൾ ഏകദേശം ഒരു 3 to 4 month അങ്ങനെ എന്തോ എടുത്തിട്ടുള്ളൂ PCODക്ക് എടുത്തിട്ട്. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുന്നു, കാരണം എന്താ പറയുക നല്ലോണം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. ഞാൻ വേണേൽ PCODക്ക് വേറെ വീഡിയോ ആക്കിയിട്ടാം, നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അപ്പോൾ നല്ല റീച്ച് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യല്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാലേ ആൾക്കാർക്ക് എത്തുള്ളൂ വീഡിയോ, അല്ലാണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ തന്നെ തോന്നുകയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള റിയാക്ഷനാണ്. അപ്പോൾ
ആ മാസം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ട ടൈമിൽ PCODക്ക് പ്രത്യേക ടൈമൊക്കെ ഉണ്ട്. കൺസൾട്ട് ചെയ്യാനുള്ള പീരീഡ്സിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ടാണ് PCODക്ക് കൺസൾട്ട് ചെയ്യേണ്ടത്. ആ ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി, ഓക്കെ ഇനി അടുത്ത മാസം പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട് വന്ന് ഓവുലേഷൻ്റെ ആ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതെടുത്ത് നോക്കണം. അതുവരെയൊക്കെ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അതെടുക്കാനും. അപ്പോൾ അതെടുക്കണം എന്ന്, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ടാബ്ലറ്റും ഒന്നും തന്നിട്ടുണ്ടായില്ല, ഓവുലേഷൻ ടാബ്ലറ്റും ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, അത് പോട്ടെ. എന്നിട്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്നത് 2-ാം തീയതി ആണെങ്കിൽ 1-ാം തീയതി ഞങ്ങളുള്ള റിസോർട്ടിലാണ്. അത് റിസോർട്ടിൽ നിന്ന് പിറ്റേ ദിവസം ഫുള്ള് മറ്റേ എന്താ പറയുക, കക്കാടംപൊയിൽ കഴിഞ്ഞു. അപ്പോൾ ഓഫ് റോഡൊക്കെ പോവുകയെ, പഠിച്ചോനെ പറയണ്ടായി. ഓഫ് റോഡ് ഇങ്ങനെ തലേന്ന് ഞാൻ ഛർദ്ദിച്ചിട്ടോ റിസോർട്ടിൽ നിന്ന്. പക്ഷെ ഫുഡിന് എന്തോ പറ്റായിട്ടാണ്, ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഫുഡിന് എന്തോ പറ്റായിട്ടാണ് ഛർദ്ദിച്ചതെന്നാണ് വിചാരിച്ചത്. പിന്നെ പിറ്റേന്നാണ് എന്താ പറയുക ഓഫ് റോഡൊക്കെ പോയോ, അതൊന്നും ഇപ്പോഴും ആലോചിച്ചു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ട് വേഗം കൺസൾട്ട് ചെയ്ത് വേഗം പറഞ്ഞു ഞങ്ങളിങ്ങനെ ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് അബോർഷൻ ആവാണ്ടിരിക്കാനുള്ള ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ടായിട്ട് ഫസ്റ്റ് തന്നെ കൺസൾട്ട് ചെയ്തപ്പോൾ. പിന്നെ എനിക്ക് എന്താ പറയുക, എനിക്ക് മറ്റേ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ അതിനൊന്നും പറ്റില്ല. കാരണം ഞങ്ങൾ രണ്ടാളും ഒപ്പരമുള്ളപ്പോഴാണ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയത്. സിനാൻഖാൻ്റെ റിയാക്ഷൻ അല്ലേ ഇപ്പോൾ പറയേണ്ടത്. അപ്പം സിനാൻഖ് വിശ്വസിച്ചില്ല ആസ് യൂഷ്വൽ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണതാണ്, കാരണം PCOD ഉള്ളതുകൊണ്ട് എപ്പോഴും ലേറ്റായിട്ടൊക്കെ പീരീഡ്സ് ആവില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ്, ആദ്യമായിട്ട് ചെക്ക് ചെയ്തൊന്നും അല്ലാന്ന്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം 2 വരാം, അങ്ങനെ 2 അന്ന് ആദ്യമായിട്ട് 2 കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മുമ്പത്തെ മാസത്തിലൊക്കെ ഞാൻ 1 കൊണ്ടുവന്നാൽ മതി 1 കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് എന്താ അറിയില്ല, എനിക്ക് അന്ന് 2 കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ നല്ല തിക്കായിട്ടുള്ള ലൈൻ ഉണ്ടായും. പിറ്റേന്ന് രാവിലായി ഞാൻ പറഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ എന്നെ വിളിക്കുകയാണ്. എത്ര 4:30 വേഗം പോയി നോക്ക്. അതായത് ഒരു അലാറൊന്നുമില്ല. എണീച്ചിട്ട് പോയി നോക്ക്, പോയി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞേച്ചും. അപ്പോൾ ചെക്ക് ചെയ്ത് അൽഹംദുലില്ലാ അതിൽ 2 ലൈനുണ്ടായി. ശരിക്കും നല്ല ആഗ്രഹം കേട്ടോ, ഞാൻ കുട്ടി വേണം എന്നൊക്കെയുള്ള ഭയങ്കര ഒരു അടിപൊളി മൊമെൻ്റായി അത്. പിന്നെ മുതൽ ഞാൻ ഫുൾ മുതലെടുക്കാൻ തുടങ്ങി. പിന്നെ സിനാൻഖാൻ്റെ വീട് കൊണ്ടോട്ടി, എവിടെയോ കൊണ്ടോട്ടി ഒരിഗൂരാണ്. അതുപോലെ തന്നെ എൻ്റെ വീട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒക്കെ ഞങ്ങളൊക്കെ പാസ് ചെയ്യുന്നതായിരിക്കും, കാരണം NHൻ്റെ അടുത്താണ്. എന്താ പറയുക, ലോക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്, അതായത് ഈങ്ങാപ്പേനൊക്കെ തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇതിലാണ് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യാം. പിന്നെ ഇതിന് മുമ്പ് എന്തിനായും വീഡിയോ ഇടാത്തത്, ഗ്യാപ്പ് എങ്ങനെയാണ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ഞാൻ പറഞ്ഞില്ല, ഫുള്ളി ജുസാലിലേക്ക് ഇറങ്ങി. സിനാൻഖാൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ ആയി, ഷോപ്പിലേക്കും സിനാൻഖ് പോയി. പിന്നെ ഞങ്ങൾ പുതിയ ഷോപ്പിലേക്കും ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കലും ഇല്ല, അതിൻ്റെ ഒരു മൈൻഡ് തന്നെ ഇല്ല കേട്ടോ വീഡിയോ എടുക്കാൻ. പിന്നെ വ്യൂസ് നല്ലോണം കുറഞ്ഞു. വ്യൂസ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിമൊക്കെ നോക്കലൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു രസമായിട്ട് എടുക്കുകയാണല്ലോ യൂട്യൂബ് വീഡിയോ. അപ്പോൾ അങ്ങനെ നോക്കലൊന്നുമില്ലേയും, അതുകൊണ്ടായും വന്നത്. ലോങ് ബ്രേക്ക് പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടിയെന്നുള്ളത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത്യാവശ്യം റീച്ചും തരണം, അതായത് ജസ്റ്റ് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ടോ. പിന്നെ ലൈക്ക് എല്ലാവരും കാണുന്നവർ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ പാഷൻ ചോദിച്ചല്ലോ, പാഷൻ ഞാൻ തന്നെ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ് ഇൻഷാ അല്ലാഹ് എനിക്കിത് ഒരു വലിയ ബ്രാൻഡ് ആക്കണം, ഒരു ഷോപ്പൊക്കെ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. പക്ഷെ എപ്പോഴത്തൊന്നും അല്ല കേട്ടോ, ഒരു 3 year കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്താ അറിയില്ല, സിനാൻക്ക് എന്നാ പറയാനുണ്ട്, ഷോപ്പൊക്കെ ഇടണം കേട്ടോ നമുക്ക്. എനിക്കതിന് സിനാൻക്ക് എങ്ങനെ പറയൽ, പാർട്ട്നേഴ്സിനെ കൂട്ടണം എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മളിത് സ്വന്തമായിട്ട് ചെയ്യാനാണ് താല്പര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ്, പൈസ ഒക്കെ ആവട്ടെ. ഹോബി എന്താ, എനിക്ക് ഹോബിയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടും. ഹൈറ്റ് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 151 ആണ്, സിനാൻക്ക് 172 ആണ്. അപ്പോൾ എത്ര ഉണ്ടാവുക, 21 സെൻറ്റിമീറ്റർ ആണ് ഡിഫറൻസ് ഉള്ളത്. അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. പിന്നെ സിനാൻക്ക് പുതിയ ഷോപ്പ് തുടങ്ങുന്നുണ്ട്.
മഞ്ചേരിയിലാണ് പുതിയ ഔട്ട്ലെറ്റ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു റീല് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ അറിയില്ല, ഷോർട്സ് തീരെ കയറിയില്ല, തീരെ വ്യൂസ് ഇല്ല. അപ്പം നിങ്ങളാരും അറിഞ്ഞില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അമ്മേ, ആ കോഴിക്കൊക്കെ ഉമ്മപ്പം ഫുഡ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ കരുതിയാൽ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പം അടുത്ത വീട്ടിനാണ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ പ്രഗ്നൻസി ഗ്ലോ ആണ്. പ്രഗ്നൻസി ഗ്ലോ ഒന്നും ഇല്ലെങ്കിൽ കാര്യമായിട്ടുള്ളത് ഇതാ ഫുള്ളി പിമ്പിൾസ്. ഇത് ഞാൻ കണ്ടില്ല, കാര്യം പറയുകയാണെങ്കിൽ ഇതൊന്നും ഞാൻ കാണലില്ല. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ മിററിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും മിററിൽ നോക്കുന്ന ഒരാളും അല്ല. ഒന്ന് ഞാനിങ്ങനെ ഷാളൊക്കെ കുത്താൻ വേണ്ടി അവിടെ പോയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പിമ്പിൾസൊക്കെ വന്ന് കാണുന്നത്. എന്തോ ടെൻഷൻ. എന്നാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമമില്ല പിമ്പിൾസ് ഒന്നുണ്ട്. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ എന്തോ വിഷമം. നെറ്റിമേൽ മാത്രമല്ല, ഇവിടെ ഒക്കെ ഉണ്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കുത്തി പൊട്ടിക്കല. ഇങ്ങനെ തൊടുമ്പോൾ ഞാൻ അറിയല്ല. അപ്പം അങ്ങനെ പൊട്ടിക്കല. ശരിക്കും പൊട്ടിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ഡോക്ടറെ ഇനി അടുത്ത കൺസൾട്ടേഷന് ഡോക്ടറോട് ചോദിച്ചു നോക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എനിക്കറിയില്ല ഇത് എത്രത്തോളം വ്യൂസ് പോകുമെന്നും അറിയില്ല, റീച്ച് ആകുമെന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം റീച്ച് ആക്കാൻ ശ്രമിക്കാം. കാരണം എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. പിന്നെന്താ വെച്ചാൽ സിനാൻകൻ്റെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിനാൻക ഫുള്ളി ബിസിയാണ്. അവിടെ ഇനി അടുത്ത ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് കൊണ്ടോട്ടി പോകാൻ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകില്ല. മൂഡിനനുസരിച്ചാണ്. എനിക്ക് നല്ല മൂഡ് സ്വിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും സിനാൻക്ക് എങ്ങനെ എൻ്റെ സഹിക്കുന്നത്. കാരണം അമ്മാതിരി മൂഡ് സ്വിങ്സാണ്. മൂഡ് സ്വിങ്സൊക്കെ വന്നാൽ ഞാൻ തൊള്ളേ തോന്നിയ മുഴുവൻ ഞാൻ വിളിച്ച് പറയും. കുറച്ച് എന്നാലും എൻ്റെ മനസ്സിലെന്താണോ തോന്നുന്നത് മുഴുവൻ ഞാൻ വിളിച്ച് പറയും. എനിക്കൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റണത് ഇങ്ങനെ വിളിച്ച് പറയുന്നത്. എങ്ങനെ ക്ഷമിച്ച് നിൽക്കാൻ ഒരാളെ കൊണ്ട്. അതൊക്കെ ആ ടൈമിലല്ല കേട്ടോ, ചിന്തിക്കാനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഒരാൾക്ക് ഇത്രയൊക്കെ ക്ഷമിക്കാൻ കഴിയുമോ? അങ്ങനെ ഞാൻ വിചാരിക്കില്ല. എങ്ങനെയാണ് ഇത്ര നേരം ഇങ്ങനെ ക്ഷമിച്ചിരിക്കുക? എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ നല്ല ദേഷ്യം പിടിക്കും. എന്തോ പറ്റാതൊക്കെ പറഞ്ഞാൽ നല്ലോണം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. മിണ്ടാണ്ടിക്കൊന്നുമില്ല. എൻ്റെ മനസ്സിലെല്ലാം വിളിച്ച് പറയുന്ന ആളാണ്. അത് നമുക്ക് എന്താ പറയുക, അത്ര കംഫർട്ടായിട്ടുള്ള ആളോടെ അത് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഒരാളോട് പറയാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും പോയി കണ്ട് നമുക്ക് അത്രയ്ക്ക് കംഫർട്ടായിട്ടുള്ള ആളോട് മാത്രമേ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് 2003 ഡയറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.